Welcome to Feast of Flavors. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള വെജിറ്റബിൾ കറിയാണ്. സവാള ഒന്നും വഴറ്റാതെ വളരെ എളുപ്പത്തിൽ കുക്കറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ പൊട്ടാറ്റോയും ക്യാരറ്റാണ് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1.5 കപ്പ് പൊട്ടാറ്റോ ചെറുതായി അരിഞ്ഞതാണ്. ഇത് 5 ചെറിയ പൊട്ടാറ്റോ ആണ്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം മതിയാവും. ഇനി ഇതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതാണ്. 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 4 വലിയ പച്ചമുളക് അരിഞ്ഞത്, പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നിങ്ങൾക്ക് കളർ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അളവ് കുറച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് വെള്ളപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. നന്നായി വെന്തുടയേണ്ട, ഒരു 4 വിസിൽ മതിയാവും. പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കറി ഒന്ന് പതച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഉലുവയും നല്ല ജീരകവും വറുത്ത് പൊടിച്ചതാണ്. ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. കസൂരിമേത്തി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി കറി വറവിടാനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയും പൂരിയുടെയും അപ്പത്തിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡിങ്ങിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.